Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. Already we are discussing third module and it is the eighth part of my presentation. The topic is polynomial cam. First of all, we must know what is a polynomial cam. Before that, we must know a term known as jerk. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തപ്പം ഓൾറെഡി ഒരു ക്യാം മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എക്സ്ട്രാ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറും കൂടിയാണ് ജർക്ക്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവാണ് വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവാണ് ആക്സലറേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജർക്ക് എന്ന് പറയുന്നത് ആക്സലറേഷൻ്റെ ഡെറിവേറ്റീവാണ്. ഇപ്പോൾ നമ്മളുടെ മോഷനിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് വരുവാണെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റീസ് കാരണമാണ് ഈ ജർക്ക് ഒക്കർ ചെയ്യുക. ഈ ജർക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡിസ്കണ്ടിന്യൂറ്റീസ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സൈക്ലോയിഡൽ ക്യാംസിന് പകരം യൂസ് ചെയ്യുന്ന ക്യാംസാണ് പോളിനോമിയൽ ക്യാം. ഈ പോളിനോമിയൽ ക്യാമിൻ്റെ മോഷൻസ് അഥവാ വെലോസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഇക്വേഷൻസ് എപ്പോഴും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ലീനിയർ ഫംഗ്ഷൻ്റെയും ക്യുമുലേഷനായിരിക്കും. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ ക്യാമിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കിനി പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസാണ് മൂന്നെണ്ണം ഉള്ളത്. ഇൻ പോളിനോമിയൽ ക്യാം ഫംഗ്ഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ സ്റ്റാർട്ടിങ് ആൻഡ് ഫൈനൽ വെലോസിറ്റി. നമുക്ക് ആദ്യത്തെയും അവസാനത്തെയും വെലോസിറ്റീസ് ഒരു മോഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പോളിനോമിയൽ ക്യാം. നോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ പോളിനോമിയൽ ക്യാം ഫംഗ്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഡിസ്കണ്ടിന്യൂറ്റി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ജർക്ക് നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ദ മോഷൻ ദ ജർക്ക് പ്രൊഡ്യൂസ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ സൈക്ലോയിഡൽ ക്യാം. നമ്മളിനി ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുകയാണ്. പോളിനോമിയൽ ക്യാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു പോളിനോമിയൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ പറയുവാണെങ്കിൽ ഫോളോവർ മോഷൻ നമ്മൾ പൊതുവെ ഇതിൻ്റെ അകത്ത് പോളിനോമിയലിൽ വൈ എന്നാണ് എടുക്കാറ്. വൈ ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ആണ് സ്ട്രോക്ക്. അത് തന്നെയാണ് നമ്മൾ വൈ എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു C0 പ്ലസ് C1x പ്ലസ് C2x2 പ്ലസ് x സ്ക്വയർ പ്ലസ് C3x3 പ്ലസ് C4x റൈസ് ടു 4 എക്സെട്ര പ്ലസ് Cn x റൈസ് ടു n. ഇതാണ് ഒരു പോളിനോമിയൽ ക്യാം ഫംഗ്ഷൻ. നമ്മളിപ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണെങ്കിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ 1 മുതൽ മുകളിലോട്ട് ഇട്ട് വെക്കാം. ഇപ്പം എന്നുള്ള ലാസ്റ്റ് ടേം നോക്കുക, Cn x റൈസ് ടു n ആണ്. ആ എന്നിന് ഞാൻ ആദ്യമായിട്ട് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ടേംസ് എല്ലാം തന്നെ ക്യാൻസൽ ആകും. ആകെ എക്സിസ്റ്റ് ചെയ്യുക y ഈസ് ഈക്വൽ ടു C0 പ്ലസ് C1x. അതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഓർ ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 2 കൊടുക്കാം. എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ വരെ എക്സിസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ എക്സ് സ്ക്വയർ വരുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പരാബോളിക്കിൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആക്സിലറേഷൻ മോഷൻ ഒരു പരാബോളിക് കർവ് ആയിരിക്കും. ഇനി മൂന്നാമത്തേൽ ക്യൂബിക്കൽ വേണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 3 കൊടുക്കാം. സെയിം മെത്തേഡാണ്. അന്നേ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഒരു ക്യൂബിക് ഓർ കോൺസ്റ്റൻറ്റ് പൾസ് മോഷൻ കർവ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി SVA ഡയഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്. SVA ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രാംസ് ഓരോന്നിനും. അതും യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആൻഡ് സൈക്ലോയിഡൽ മോഷൻ, ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ജെർക്കിൻ്റെയും കൂടി ഡയഗ്രാംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ജെർക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ ഡെറിവേറ്റീവ്. അന്നേരം നമ്മൾ ആദ്യം ഈ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ക്യാം ഡിസൈൻ മനസ്സിലുണ്ടാവണം. ഒരു ക്യാമിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ആ വർക്കിങ്ങിലും ഉണ്ടാവേണ്ട കാര്യമാണ്. ഫസ്റ്റ് പോയിൻറ്റ്, ദ ക്യാം ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ത്രൂ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അക്രോസ് ദ എൻറ്റയർ ഇൻ്റർവെൽ. ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക. ആൻഡ് സെക്കൻഡ് വൺ, ദ ജർക്ക് ഫംഗ്ഷൻ മസ്റ്റ് ബി ഫൈനൈറ്റ് അക്രോസ് ദ എൻറ്റയർ ഇൻ്റർവെൽ. അതായത് ജർക്ക് എന്ന് പറയുന്ന സാധനം ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം, ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.
നമ്മളിപ്പോൾ ഒരു SVAG അനാലിസിസ് ചെയ്യുകയാണ്. ഞാനൊരു റഫായിട്ട് വരച്ചിരിക്കുന്നതാണ്. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമാണ്. ആദ്യം മുകളിൽ കാണുന്ന റൈസ് ചെയ്തു, 12 പീരീഡ് വന്നു, പിന്നെ ഒരു ഫാള് വന്നു. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, അഥവാ ഇത് സ്ട്രോക്കും എക്സ് ആക്സിസ് T2 ആണ്, ക്രാങ്ക് ആംഗിൾ ക്യാം ആംഗിളാണ്. അതേൻ്റെ വെലോസിറ്റി ഡയഗ്രാം വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ക്വയറായിട്ട് മുകളിലോട്ട് വന്ന് താഴോട്ട് വന്ന് സ്ട്രെയിറ്റായി, വീണ്ടും താഴോട്ട് വന്ന് സ്ട്രെയിറ്റായി, വീണ്ടും മുകളിലോട്ട് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, വീണ്ടും ഒരു റൈസിങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് കോൺസ്റ്റൻ്റായി. ഇങ്ങനെ കോൺസ്റ്റൻ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂറ്റി ആയി താഴോട്ടേക്ക് വന്നു, ഫാൾ വന്നു, പിന്നെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആയി സ്ട്രെയിറ്റായി, വീണ്ടും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആയി ഫാൾ വന്നു. ഇതിൻ്റെ എല്ലാം എഫക്റ്റ് കാരണം ആക്സിലറേഷൻ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആക്സിലറേഷൻ എല്ലാം തന്നെ ഇൻഫിനിറ്റിയാണ് കാണിക്കുന്നത്. ആ ഇൻഫിനിറ്റി ആക്സിലറേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജെർക്കും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഈ ക്യാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, ജെർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതേപോലെ വേറൊന്നാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് മോഷനാണ്, അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു കണ്ടിന്യൂസ് മോഷനാണ്. അതേപോലെ തന്നെ ആക്സിലറേഷനും കണ്ടിന്യൂസ് ആണ്. നോക്കൂ, എവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആക്സിലറേഷൻ്റെ ഇത് വെലോസിറ്റിയാണ്. ആക്സിലറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ റാൻഡമായിട്ട് ഷാർപ്പായിട്ട് ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ജർക്കിന് കോസിങ് ഉണ്ടാക്കും. ഇതും ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി, അഥവാ ഈ ഡിസ്കണ്ടിന്യൂറ്റി ഒഴിവാക്കണം, അഥവാ നമ്മളുടെ ഇൻഫിനിറ്റ് സ്പൈക്സ് ഡിസൈന് ഗുഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ജഗ്സ് മിനിമൈസ് ചെയ്യാൻ നമ്മൾ ക്യാം സൈക്ലോയിഡിലെ ക്യാം മാറ്റി പോളിനോമിയൽ ക്യാം ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പോളിനോമിയൽ ക്യാം ഡിസൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞു. y = സ്ട്രോക്ക് C0 + Cx + എക്സെട്ര അപ് ടു Cn x⁻n വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്ന ടേം ക്രാങ്ക് ആംഗിൾസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്രാങ്ക് ആംഗിൾ അല്ലെങ്കിൽ മാക്സിമം ആംഗിൾ ഇൻ ദാറ്റ് സ്റ്റേജ്. ഈ തീറ്റ അല്ലെങ്കിൽ ബീറ്റ ഏത് വാല്യൂ വേണമെങ്കിലും എക്സിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാം. അഥവാ ഇതാണ് ക്രാങ്ക് ആംഗിൾ എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് എന്ന് കണ്ടിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇത്. അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഈസ് ഡിഫൈൻഡ് ബൈ ദ നമ്പർ ഓഫ് ബൗണ്ടറി കണ്ടീഷൻ -1. അതും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിലൊരു ഡിസൈനിങ്ങിൻ്റെ സ്റ്റേജാണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലമാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പോളിനോമിയൽ ക്യാം എന്താണെന്ന് മനസ്സിലാക്കുക, പോളിനോമിയൽ ഇക്വേഷനും ഫംഗ്ഷനും എന്താണെന്ന് മനസ്സിലാക്കുക, ജെർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, ജെർക്ക് ഇൻഫിനിറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അത് കൺട്രോൾ ചെയ്യേണ്ട മെത്തേഡായിട്ട് പോളിനോമിയൽ ക്യാമാണ് യൂസ് ചെയ്യുന്നതും മനസ്സിലാക്കുക. അന്നേരം ഒരു പോളിനോമിയൽ ക്യാമിൻ്റെ ഒരു പ്രോബ്ലമാണ്. എ പോളിനോമിയൽ ക്യാം ഹാവിങ് n = 2.4 റൊട്ടേറ്റിംഗ് അറ്റ് 60 rpm has positive acceleration, that is its direction is that of positive displacement, and part of its riser of 10 mm in 40 degree of cam rotation. Find the velocity and acceleration value at the end of 30 degree of cam rotation. ഇങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യം ഗിവൺ ഡാറ്റ എഴുതണം. എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.4 ആണ്. സ്പീഡ് ഓഫ് ദ ക്യാം, അതായത് ക്യാപിറ്റൽ N = 60 rpm ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമ്മളുടെ y = 10 ആണെങ്കിൽ ക്യാം റൊട്ടേഷൻ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ആക്സിലറേഷൻ അറ്റ് 30 ഡിഗ്രിയിലാണ്. അങ്ങനെ ആകുമ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. തീറ്റ 40 ആകുമ്പോൾ 10 ആയിരിക്കും, n 60 ആണ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ വായിച്ചതാണ്, ഒന്നുകൂടി നോക്കുക. തന്ന ഗിവൺ ഡാറ്റയാണ്. ഇത് ആദ്യം നമുക്ക് തീറ്റനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. തീറ്റ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 40 × π/180 = 0.6981 റേഡിയൻസ് ആണ് വരിക. അതേപോലെ n തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ = 2πn/60, ദാറ്റ്സ് = 6.283 റേഡിയൻ പെർ സെക്കൻഡ്. സിമിലർലി ഇനി നമുക്ക് വൈൻ്റെ ഇക്വേഷൻ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതിൻ്റെ അത് നമ്മൾ എടുക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ ദിസ് ഈസ് ടേക്കൺ ബൈ us. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെ എടുത്താൽ മതി. y = c × തീറ്റ. എക്സിന് പോയാൽ നമ്മൾ തീറ്റയാണ് ഇതിൻ്റെ അകത്ത് പാരാമീറ്ററായി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ y = c × θ⁻n തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ y = 10 ആണെങ്കിൽ θ = 40 ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീറ്റേൻ്റെ റേഡിയലിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ സ്മോൾ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ അത് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് c മാത്രമാണ്. സീൻ്റെ വാല്യൂ ആദ്യം ഫൈൻഡ് ചെയ്യാം. ഇതൊരു മെത്തേഡാണ്, അതോ പ്രൊസീജിയറാണ്, ശരിക്കും നോക്കണം. ആദ്യം c കണ്ടുപിടിക്കുക. c കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ
നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളോട് വെലോസിറ്റി അറ്റ് 30 ഡിഗ്രി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് c ഇൻറ്റു തീറ്റ റേസ് ടു n ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ d/dt ഡയറക്റ്റ് ഇതിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ d/d ഓഫ് c തീറ്റ റേസ് ടു n ചെയ്യണം, ഇൻറ്റു d/dt ചെയ്യണം. d/dt ഞാൻ ഡയറക്റ്റ് ഒമേഗ എന്ന് എടുത്തു. ബാക്കി ഇതിനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ c എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ അവിടെ വരും. തീറ്റ റേസ് ടു n ഡെറിവേറ്റീവ് n ഇൻറ്റു തീറ്റ റേസ് ടു n-1 ആയിരിക്കും. ഇതാണ് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ. എന്നാൽ നമുക്കിപ്പം സീൻ്റെ വാല്യൂ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒമേഗ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2.4 ആണ് n. അതേപോലെ തന്നെ തീറ്റ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ 30 ഡിഗ്രീനെ ആദ്യം നമുക്ക് റേഡിയനിലേക്ക് മാറ്റണം. റേഡിയനിലേക്ക് മാറ്റുന്ന സമയത്ത് അഥവാ വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് 30 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 30 ഇൻറ്റു 5/180 റേസ് ടു 2.4 - 1 ഡയറക്റ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ഇതാണ് പോളിനോമിയൽ കാൽക്കുലേഷൻസ് എല്ലാം വളരെ സിമ്പിളാണ്. ഇനി ആക്സലറേഷൻ കാണണമെങ്കിൽ ഈ ഇക്വേഷൻ വെലോസിറ്റീൻ്റെ ഈ ഇക്വേഷനാണ് ഡെറിവേറ്റീവ് കാണണം. ദാറ്റ് ഈസ് ഇക്വൽ ടു c കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിന് d/dt ആയതുകൊണ്ട് തന്നെ d/dt ഒരു ടേമും കൂടി മൾട്ടിപ്ലിക്കേഷനിൽ വരും. അതുകൊണ്ട് തന്നെ ഒമേഗ ഇൻറ്റു ഒമേഗ വരും, ഒമേഗ സ്ക്വയർ വരും. n ഇൻറ്റു ഈ n തീറ്റ റേസ് ടു n-1 എന്നുള്ള ഈ ഒരു ടേമിനെയാണ് ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. അന്നേരം അതിനെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ n-1 ഇൻറ്റു തീറ്റ റേസ് ടു n-2 വരും. അഥവാ ഇതായിരിക്കും അതിൻ്റെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ. c ഇൻറ്റു ഒമേഗ സ്ക്വയർ n ഇൻറ്റു n-1 ഇൻറ്റു തീറ്റ റേസ് ടു n-2. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cൻ്റെ വാല്യൂ നമുക്കറിയാം, ഒമേഗ അറിയാം, n അറിയാം, n-1 അറിയാം. തീറ്റ എന്നുള്ളത് 30 ഡിഗ്രിയിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി 2.4 - 2 ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ അറ്റ് ഓഫ് 30 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും. ഇതാണ് അതിൻ്റെ ആക്സലറേഷൻ. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം സിമ്പിളായിട്ട്. A polynomial cam having n is equal to 3 rotating at 65 rpm has positive acceleration. Part of its rise of 10 mm in 45 degree cam rotation and find the velocity and acceleration value at the end of 30 degree of cam rotation. സെയിം പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ചെയ്യുന്നില്ല. സ്മോൾ n തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കണ്ടീഷനായിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷനായിട്ട് 10 mm റൈസിന് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതെന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. പിന്നെ 65 rpm സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് തന്നിരിക്കുന്ന ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരുന്നത് 30 ഡിഗ്രിയിലാണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. സ്മോൾ n ഈക്വൽ ടു 3, തീറ്റ ഈസ് ഈക്വൽ ടു 45, y ഈസ് ഈക്വൽ ടു 10 ആൻഡ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 65 rpm. ഞാൻ ആദ്യം ഒമേഗ കണ്ടുപിടിക്കുകയാണ്. ഒമേഗ ഈക്വൽ ടു 2π ക്യാപിറ്റൽ N/60 ദാറ്റ്സ് ഈക്വൽ ടു 6.806 റേഡിയൻ പെർ സെക്കൻഡ്. ആൻഡ് 45 നമുക്ക് തന്നിരിക്കുന്ന 45 ഡിഗ്രീനെ നമ്മളൊന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് വിൽ ബിക്കം 0.7854 റേഡിയൻ. ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വൈൻ്റെ ഇക്വേഷൻ എഴുതലാണ്, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. ദാറ്റ്സ് ഈക്വൽ ടു c ഇൻറ്റു തീറ്റ റേസ് ടു n. നമ്മളുടെ നോർമൽ ഇക്വേഷൻ ഇതാണ്. അതിനകത്ത് നമ്മൾ എടുക്കുന്നത് c ഇൻറ്റു തീറ്റ റേസ് ടു n ആണ്. എക്സ് എന്നുള്ള ടേമാണ് തീറ്റയായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ c ഇൻറ്റു തീറ്റ റേസ് ടു n കിട്ടി. ആ തീറ്റേൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് cൻ്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. cൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെലോസിറ്റി കാണലാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ v ഈസ് ഈക്വൽ ടു c ഇൻറ്റു ഒമേഗ ഇൻറ്റു n ഇൻറ്റു തീറ്റ റേസ് ടു n-1. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റേൻ്റെ വാല്യൂ 30 ഡിഗ്രിയിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോയിരുന്നു. നേരത്തെ തന്നിരിക്കുന്നത് c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം തന്നിരിക്കുന്ന വാല്യൂ. അന്നേരം നമുക്ക് വെലോസിറ്റി കിട്ടും. സിമിലർലി ആക്സലറേഷൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ഡെറിവേറ്റിംഗ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ദ ഫൈനൽ വാല്യൂ വിൽ ബി 3003.72 mm/s². ഇതാണ് ഒരു പോളിനോമിയൽ ക്യാമിൻ്റെ വർക്കിംഗ്. ഇതോടുകൂടി തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇതും കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളുടെ മോമിൻ്റെ എല്ലാ പോർഷനും കംപ്ലീറ്റ് ആയി. ശരിക്കും പഠിക്കുക, യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സോൾവ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.